ഇത് സ്വാമിനാഥൻ. 32.5 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സേവനം. 2004 സർവീസിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായി വിരമിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ അടക്കം നിരവധി അവാർഡുകൾ. വിരമിച്ചതിന് ശേഷം പൂർണ്ണമായും കൃഷിയിലേക്ക്. തന്റെ 2.5 ഏക്കർ കൃഷിസ്ഥലത്ത് നെല്ല്, വാഴ, തെങ്ങ് മുതലായവ കൃഷി ചെയ്യുന്നു. പോലീസിൽ നിന്ന് വിരമിക്കുന്നയാൾ എങ്ങനെ കർഷകനാകും എന്ന് സാധാരണക്കാർ വിസ്മയിച്ചേക്കാം. പക്ഷേ ഒരു പോലീസുകാരന്റെ അതികഠിനമായ ജോലി തിരക്കുകൾക്കിടയിലും സ്വാമിനാഥന്റെ ഉള്ളിൽ ഒരു കർഷകനുണ്ടായിരുന്നു എന്നതാണ് പരമാർത്ഥം. അതിന് തെളിവ് പോലെ അദ്ദേഹം തന്നെ നട്ടുവളർത്തുന്ന നെൽത്തൈകളും വാഴകളും തെങ്ങുകളും. എനിക്ക് 1.5 ഏക്കർ നെൽകൃഷിയാണുള്ളത്. അത് 2 ക്രോപ്പ് ചെയ്യും. അതായത് ഞങ്ങൾ നാടൻ ഭാഷയിൽ പറയുന്ന കന്നി മകരം, അങ്ങനെയാണ് അതിന് പറയാം. അതിൽ കിട്ടുന്ന നെല്ല് സിവിൽ സപ്ലൈസിലാണ് അളക്കാറുള്ളത്. മര്യാദയ്ക്കുള്ള വില കിട്ടുന്നുണ്ട്. അത് നെൽകൃഷി ലാഭകരമല്ല എന്ന് പറയുന്നത് ശരിയല്ല. നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്, അതിനുള്ള മര്യാദയ്ക്കുള്ള വിലയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നെൽകൃഷി എല്ലാവരും ചെയ്യണം. നെൽകൃഷിയാണ് നമ്മുടെ അന്നം ഊട്ടുന്നത്. അത് എല്ലാവർക്കും തോന്നണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. 2 ഏക്കർ പാടം, 1 ഏക്കറിൽ നെൽകൃഷി. നെൽകൃഷി വൻ നഷ്ടമാണെന്ന് സാധാരണ കർഷകർ പറയുന്നത് നാം കേൾക്കാറുണ്ട്. പക്ഷേ സ്വാമിനാഥൻ പറയുന്നതോ ഒരു നഷ്ടവുമില്ലെന്ന് തന്നെ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നെൽച്ചെടികളുടെ ആരോഗ്യം നോക്കൂ. മണ്ണിൽ പൊന്നു വിളഞ്ഞതുപോലെ. ഇറക്കുന്ന സമയത്താണ് ഈ ഇടവിള കൃഷി ചെയ്യുന്നത്. അതായത് ഈ തരം വരമ്പിലാണ് ഇടവിള ചെയ്യുന്നത്. അതിൽ പയറ്, തുവര, വെണ്ട ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് പോരാത്തത് വെളിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതിൽ വേറെ ജൈവമായിട്ട് തന്നെയാണ് ഞാൻ കൃഷി ചെയ്യാറുള്ളത്. ഒരു ഏക്കറിലാണ് വാഴക്കൃഷി. 1 ഏക്കറയാണ് ഇവിടെ ഉള്ളത്. അതിലാണ് നേന്ത്രവാഴ എടുക്കുന്നത്. 750ഓളം കന്ന് നട്ടിട്ടുണ്ട്. ജൂൺ മാസത്തിലാണ് ഇത് നട്ടത്. കാരണം ഇത് നെൽകൃഷിയാണ് സാധാരണ ചെയ്യാറ്. ചതുപ്പ് നിലമാണ്. കൊയ്ത്ത് മെഷീൻ ഇവിടെ വരാൻ ബുദ്ധിമുട്ട്. കൊയ്ത്ത് മെഷീൻ ഇറങ്ങി കൊയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വാഴക്കൃഷിയിലേക്ക് ഇറങ്ങിയത്. ജൂൺ മാസം നട്ടതിന് ശേഷം അതിൻ്റെ ഇടവേളയായി പയർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കുഴപ്പമില്ലാത്ത 10-20,000 രൂപ എനിക്ക് ആദായം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പോൾ അതിൽ വളപ്രയോഗം എന്ന് വെച്ചാൽ കാലിവളം, ആട്ടുവളം, അവരുടെ മേൽവളമായിട്ട് എല്ലിപ്പൊടി, വീണ്ടും ഞാൻ ആട്ടുവളം, പിന്നെ വേപ്പ് പിണ്ണാക്ക് ഇത്യാദി കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 7-ാം മാസത്തിൽ കൊലവിട്ടിട്ടുണ്ട്. മാർച്ച് മാസം അവസാനമാകുമ്പോഴേക്കും മുഴുവൻ വെട്ടാൻ കഴിയുന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. വലിയ കുഴപ്പമില്ലാത്ത ആദായം ലഭിക്കുന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഇത്രയും ഒരു 15 കിലോ താഴെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ആദായം കിട്ടും. അതാണ് ഇപ്പോൾ ചതുപ്പ് താഴെ വെള്ളം നിൽക്കുന്നത് കണ്ടില്ലേ. ഈ ചതുപ്പ് നിലത്തിൽ ഇത്രയും വാഴ വരിക എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ്. ചതുപ്പ് നിലമായതിനാൽ കൊയ്യാനുള്ള വിഷമമാണ് സ്വാമിനാഥനെ വാഴക്കൃഷി തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. കൃഷിഭവന്റെ നിർദ്ദേശമനുസരിച്ച് 750ഓളം നേന്ത്രവാഴയും 2 വർഷം മുമ്പ് 300ഓളം ഞാലിപ്പൂവനും നട്ടു. ഞാലിപ്പൂവൻ വാഴയിൽ നിന്നും മികച്ച ആദായം ലഭിച്ചു. സാധാരണ ചതുപ്പ് നിലത്ത് വാഴക്കൃഷി യോജിക്കില്ല എന്ന് പലരും പറഞ്ഞു. എങ്കിലും ഒരു പരീക്ഷണമായാണ് നേന്ത്രവാഴകൾ അവിടെ നട്ടത്. അടിവളമായി ആട്ടിൻ കാഷ്ടം, ചുണ്ണാമ്പ്, എല്ലുപൊടി എന്നിവ ചേർത്താണ് നടീൽ രീതി. 1 മാസം കഴിഞ്ഞ് ആട്ടിൻ വളം, കാലിവളം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ അടിവളമായി വീണ്ടും ചേർത്തിരുന്നു. 3ാമത്തെ വളപ്രയോഗത്തിൽ യൂറിയയും ചേർത്തിരുന്നു. നേന്ത്രവാഴ കൃഷിയിൽ മികച്ച പരിപാലനം ചെയ്താൽ ഒരിക്കലും നഷ്ടം വരില്ലെന്ന് മാത്രമല്ല, നല്ല ആദായം ലഭിക്കുകയും ചെയ്യുമെന്ന് സ്വാമിനാഥൻ അഭിപ്രായപ്പെടുന്നു. വാഴത്തോട്ടത്തിൽ ഇടവിളയായി വഴുതന, പയർ എന്നിവയും കൃഷി ചെയ്യുന്നു.
ഇത് തികച്ചും ആദായകരമാണ്. എനിക്ക് 150ഓളം തെങ്ങുണ്ട്. അതിൽ പറമ്പിലും കൃഷിസ്ഥലത്തുമായിട്ട്. അത് 40 ഒരു ദിവസം നാളികേരം ഇറക്കി പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രത്തിൽ കൊടുക്കാറാണ് പതിവ്. ഇതിനു മുമ്പ് ഈ തേങ്ങയാട്ടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കടകളിലും പരിസരത്തൊക്കെ കൊണ്ട് കൊടുക്കാറാണ് പതിവ്. വനിതാ വ്യവസായത്തിൻ്റെ ഒരു ആനുകൂല്യത്തിൻ്റെ പേരിൽ ഭാര്യയുടെ പേരിലാണ് ഇത് തുടങ്ങിയത്. ഇതിൽ കൊപ്രയാട്ടുന്നുണ്ട്, നെല്ലരയ്ക്കുന്നുണ്ട്, മുളക് പൊടിക്കുന്നുണ്ട്, ധാന്യങ്ങൾ പൊടിക്കുന്നുണ്ട്. ഈ 4 ഐറ്റമാണ് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. പാടത്തും വീട്ടുവളപ്പിലുമായി 200ഓളം തെങ്ങുകളുണ്ട്. അതിൽ നിന്ന് തേങ്ങയെടുത്ത് കൊപ്രയാക്കി ശുദ്ധമായ വെളിച്ചെണ്ണ ഈ അടുത്ത കാലം വരെ ആശുപത്രികളിലും കടകളിലും അയൽപക്കത്തും മറ്റും കൊടുത്തിരുന്നു. തൊഴിലാളി ക്ഷാമം കാരണം ഇപ്പോൾ കൃഷിഭവന്റെ പെർമിറ്റ് പ്രകാരം പച്ചത്തേങ്ങ സംഭരിച്ച് കൃഷിഭവനിലേക്ക് എത്തിക്കുന്നു. നല്ല ആദായം കിട്ടുന്നുമുണ്ട്. 40 ദിവസം കൂടുമ്പോൾ തേങ്ങ പറിക്കുന്നു. അത് കൃഷിഭവനിൽ എത്തിക്കുകയും ചെയ്യുന്നു. വീട്ടിലെ 40 സെന്റ് സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, വാഴ, ഇഞ്ചി, കൂവ, കപ്പ, പപ്പായ, പ്ലാവ്, മാവ്, മുരിങ്ങ, കുരുമുളക്, കറിവേപ്പ് എന്നിവ ജൈവ കൃഷി രീതിയിൽ നട്ടുവളർത്തി വരുന്നു. സ്വാമിനാഥൻ തന്നെ കൃഷിഭൂമിയിൽ ഇറങ്ങി പണിയെടുക്കുന്നത് പലർക്കും ഒരു വിസ്മയമായി തോന്നാം. ഇരുപത്തിയഞ്ചോളം നാടൻ കോഴികൾ. കോഴി വളർത്തലിൽ ഒരിക്കലും നഷ്ടം വരില്ലെന്ന് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുമുണ്ട്. നാടൻ മുട്ടകൾ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് കടകളിൽ കൊടുത്ത് ആദായം ലഭിക്കാറുണ്ട്. കോഴിവളം പച്ചക്കറികളിൽ ഉപയോഗിക്കുന്നതിനാൽ പച്ചക്കറികൾ സമൃദ്ധമായി വിളയുന്നു.
വിഷരഹിത ജൈവ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സ്വാമിനാഥന് വളരെ കാലമായി ആഗ്രഹമുണ്ടായിരുന്നു. ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ സൗജന്യമായി വിത്തുകൾ ലഭിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സ്വന്തം വീടിന്റെ മട്ടുപ്പാവിൽ തന്നെ പച്ചക്കറി കൃഷി ആരംഭിച്ചു. 250ഓളം ഗ്രോ ബാഗിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് കുമ്പളം, വെണ്ട, വഴുതിന, വെള്ളരി, കോവൽ, ചീര, പയർ, തക്കാളി, കുറ്റിയമര, പാവൽ, നിലക്കടല, പൈനാപ്പിൾ, തുവര, പച്ചമുളക്, കാന്താരിമുളക്, പുതിന എന്നിവ കൃഷി ചെയ്യുന്നു. തണുത്ത കാലാവസ്ഥയിൽ കോളിഫ്ലവർ, കാബേജ് എന്നിവയും കൃഷി ചെയ്യാറുണ്ട്. നമ്മൾ തലേദിവസം തന്നെ ഒരു 5 മണിക്കൂർ ഗ്യാപ്പിൽ വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം കുതിർത്തി വെക്കണം. കുതിർത്തി വെച്ചതിന് ശേഷം ഒരാഴ്ച വളർച്ച വേണം. 10 ദിവസമെങ്കിലും വളർച്ച വേണം. വിത്ത് പാകം വളർച്ച വന്നതിന് ശേഷം ഈ ഗ്രോ ബാഗ് ഇതാണ്. ഈ ഗ്രോ ബാഗിൽ ഒരു 3/4 ഭാഗവും മണ്ണ് നിറയ്ക്കുക. മണ്ണ് കാലിവളം, ആട്ടുവളം, ഈ മണ്ണ് കൂടി മിക്സ് ചെയ്യുന്നതാണ്. ഇത്രയും നിറച്ചിട്ടാണ് ഇതേ രീതിയിൽ ആ വിത്ത് പാകി വളർന്ന ആ ചെടിയെ ഇങ്ങനെ ഓരോന്നും ഇതിൽ മിക്സ് ചെയ്യണം. ഇതാ ഇപ്പോൾ ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഇത് 10 ദിവസമായ ചെടികളാണ് ഇത് വെച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? ഇതാണ്. അതിനുശേഷം നമ്മൾ ഇത് എങ്ങനെ ചുറ്റും ഈ ഭാഗത്ത് ഇങ്ങനെ ഇടണം. വളമിടുമ്പോൾ ഈ ചുറ്റും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ മണ്ണ് നല്ലവണ്ണം ഇളക്കം വരുമ്പോൾ ചെടിക്ക് നല്ല ഗ്രോത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഈ ചുറ്റുപാട് ഇങ്ങനെ ഇടണം. എന്നിട്ട് നല്ല ഗ്രോത്ത് കിട്ടും. ഓരോ 10 ദിവസം കഴിയുമ്പോഴും ഇതേപോലെ ഇതിട്ടിരിക്കണം. മണ്ണ് ഇട്ടിരിക്കുന്നത് വളമാണ്. ഇതിട്ടിട്ട് ഇങ്ങനെ ചുറ്റുപാട് അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് 2 നേരവും നനയ്ക്കണം. 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ കാലിവളം, ആട്ടുവളം ഇതേ രീതിയിൽ ചുറ്റും ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ല ഗ്രോത്ത് കിട്ടും. അതുകൂടാണ്ട് ഇതിപ്പോൾ കുറച്ചിങ്ങനെ ആകുമ്പോൾ കീടങ്ങളുടെ ശല്യം ഉണ്ടാവും. കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായിട്ടാണ് ആ രീതിയിലുള്ള ഒരു കെണി വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഈച്ചകളുടെ ശല്യം ഉണ്ടാവും, പ്രാണികൾ ഇത്യാദി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കെണി വെച്ചിട്ടുള്ളത്. ഗ്രോ ബാഗിൽ ആട്ടിൻ കാഷ്ടം, കാലിവളം എന്നിവ മിക്സ് ചെയ്താണ് മണ്ണ് നിറയ്ക്കുന്നത്. വിത്ത് പാകിയതിന് ശേഷം തളിര് വരുമ്പോൾ സ്യൂഡോമോണസ് എന്ന ജൈവ മിശ്രിതം തളിക്കാറുണ്ട്. ചെടികളിൽ വരുന്ന കീടങ്ങളെ തുരത്താനായി ഗോമൂത്രം വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യാറുമുണ്ട്. രാവിലെയും വൈകുന്നേരവും ജലസേചനവും.
മട്ടുപ്പാവിലെ കൃഷി നോക്കുന്നത് സ്വാമിനാഥന്റെ ഭാര്യയാണ്. ഓരോ ചെടിയെയും കുട്ടികളെ പോലെ പരിപാലിച്ചു പോരുന്നു. സാമ്പത്തിക നേട്ടമല്ല ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് സ്വാമിനാഥന്റെ കുടുംബത്തെ ആകർഷിച്ചത്. വിഷരഹിതമായ ജൈവ പച്ചക്കറികൾ ആരോഗ്യ പരിപാലനത്തിനും ഉത്തമമാണല്ലോ. കൃഷിയിൽ സ്വാമിനാഥനെ സഹായിക്കുന്നത് സ്വന്തം സഹോദരപുത്രനായ ഷിജുവാണ്. കൃഷിയെക്കുറിച്ച്, വിപണനത്തെക്കുറിച്ച്, സൗജന്യമായി വിത്തനങ്ങൾ ലഭ്യമാകുന്ന ഇടങ്ങളെക്കുറിച്ച്, വിവിധ കൃഷിരീതികളെക്കുറിച്ച് എല്ലാം ഇന്റർനെറ്റിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും മറ്റും ഷിജുവിന്റെ സഹായം ചെറുതല്ല. നമ്മൾ പഠിച്ചതാണ് ജൈവ രീതി പച്ചക്കറി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് എല്ലാവരും ഇതേ രീതിയിൽ എല്ലാവരും വീട്ടിലും ഒരു 10-25 ഗ്രോ ബാഗ് ഞാൻ പറഞ്ഞ രീതിയിൽ പച്ചക്കറി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും പച്ചക്കറി ലഭിക്കും, വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുകയും ചെയ്യും, ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് തരുന്നത് പറയാനുള്ളത്. വീട്ടിലെ ആവശ്യത്തിന് ശേഷം വരുന്ന പച്ചക്കറികൾ അയൽപക്കങ്ങളിലും മറ്റാവശ്യക്കാർക്കും എത്തിച്ചു കൊടുക്കുന്നു. എല്ലാവരും കുറച്ച് സ്ഥലത്തെങ്കിലും വിഷരഹിതമായ പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യണം. അല്പനേരം കൃഷിക്കായി മാറ്റിവെക്കൂ. ശുദ്ധ പച്ചക്കറികൾ വിളയിച്ചെടുക്കൂ. അത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉപകാരപ്രദമാകും.